حي على الصلاة حي على الفلاح حي على الفلاح الله أكبر الله أكبر لا إله إلا الله لا إله إلا الله. اللهم رب هذه الدعوة التامة والصلاة القائمة محمد رسول الخليل وبعث مقام محمد الذي بعده. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا كثيرا. فيا أيها الناس اتقوا الله حق تقاته، فقد قال الله تعالى في القرآن الكريم: يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال الله تعالى: يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തിയാക്കി നൽകുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം അല്ലാഹു ഇഷ്ടപ്പെടുന്ന രീതിയിൽ കെട്ടിപ്പടുത്തുവാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കളോടൊപ്പം, ബന്ധുമിത്രാദികളോടൊപ്പം, ഭാര്യസന്താനങ്ങളോടൊപ്പം, പ്രിയപ്പെട്ടവരോടൊപ്പം അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ സന്തോഷവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുകയും നമ്മളിൽ നിന്ന് ആരെയും അല്ലാഹു മഹ്റൂമാക്കി കളയാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഒന്ന് ആവർത്തിച്ച് പാരായണം ചെയ്തവരായിരിക്കും നമ്മളെല്ലാവരും. പാരായണം ചെയ്യുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിച്ച ചില ആയത്തുകളുണ്ട്. അതിലധികവും ഖുർആനിലെ വ്യത്യസ്ത സൂറത്തുകളുടെ ആരംഭത്തിലാണ്. ഖുർആൻ ആദ്യാവസാനം സംഗീതാത്മകതയിലും താളാത്മകതയിലും അതിൻ്റെ ഈണത്തിലും അതിമനോഹരമായിട്ടുള്ള അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്. അതിൽ തന്നെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ചില വചനങ്ങളാണ് വിശുദ്ധ ഖുർആനിലെ ചില സൂറത്തുകളുടെ പ്രാരംഭ ആയത്തുകൾ. അലിഫ് ലാം മീം എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ രണ്ടാമത്തെ സൂറത്തായ ബഖറയും മൂന്നാമത്തെ സൂറത്തായ ആലി ഇംറാനും ആരംഭിക്കുന്നത്. അലിഫ് ലാം റാ സൂറത്തുൽ ഹൂദും സൂറത്തുൽ യൂനുസും ആരംഭിക്കുന്നത് അപ്രകാരമാണ്. ഹാമീം എന്നുള്ള പദത്തോടു കൂടിയാണ് സൂറത്തുൽ ഫുസ്സിലത്തും ഗാഫിറുമെല്ലാം ആരംഭിക്കുന്നത്.
കേവലമായിട്ടുള്ള ഒരൊറ്റ അക്ഷരം മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട്, അതും അതിമനോഹരമായിട്ടുള്ള ശബ്ദമുള്ള എന്ന താളാത്മകതയിൽ, സംഗീതാത്മകതയിലാണ് സൂറത്തുൽ ഖലം ആരംഭിക്കുന്നത്. നരകത്തെ കുറിച്ചും ഖിയാമത്ത് നാളിലെ ഭയവിഹ്വലതയെ കുറിച്ചും ആരംഭിക്കുന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഖാഫ് ആരംഭിക്കുന്നത് എന്ന ഒരൊറ്റ അക്ഷരം കൊണ്ടാണ് ആ ആയത്ത് ആരംഭിക്കുന്നതും ആ ആയത്തിൽ ഒരൊറ്റ അക്ഷരം മാത്രമാണുള്ളത്. ഖുർആനിലെ എല്ലാ ആയത്തുകളുടെയും ഗംഭീരമായ അർത്ഥം നമുക്ക് പറയാൻ സാധിക്കും. ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നീ തുടങ്ങിയിരിക്കുന്ന പതിവായി നമ്മൾ കേൾക്കുന്ന ആയത്തുകളുടേതെല്ലാം ഖണ്ഡിതമായിട്ടുള്ള അർത്ഥം എന്താണെന്ന് നമുക്കറിയാം. അത് ഖുർആന്റെ വിവരണങ്ങളും വ്യാഖ്യാനങ്ങളിലും വായിച്ച് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും സാധിക്കുന്നതാണ്. പക്ഷേ ഇന്നേ വരെ ഖുർആന്റെ തഫ്സീറുകളിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലോ എന്താണ് അർത്ഥം എന്ന് നബിതങ്ങൾ പോലും പറഞ്ഞു തരാതെ വിട പറഞ്ഞു പോയ ആയത്തുകളാണ് ഇവയെല്ലാം. അലിഫ് ലാം മീം, അലിഫ് ലാം റാ, ഖാഫ്, നൂൻ എന്തിനു തുടങ്ങുന്നു? നമ്മൾ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുന്ന സൂറത്താണല്ലോ സൂറത്തുൽ യാസീൻ. ആ യാസീൻ തന്നെ ആരംഭിക്കുന്നത് യാസീൻ, യാ എന്ന അക്ഷരവും സീൻ എന്ന അക്ഷരവും. ആ അക്ഷരത്തിന്റെ അർത്ഥം അറിയില്ല. മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ അത്തരത്തിലുള്ള പദാവലികൾക്ക് അവരുടേതായ ചിന്താപരമായിട്ടുള്ള ചില ആശയങ്ങൾ പങ്കുവെക്കാറുണ്ട്. അതിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള മറ്റൊരായത്താണ് സൂറത്തുൽ മറിയം എന്ന് നമ്മൾ കാണാൻ സാധിക്കുന്നത്. അധിക ആയത്തുകളും 1, 2, 3 അക്ഷരം കൊണ്ട് ആരംഭിക്കുമ്പോൾ സൂറത്തുൽ മറിയം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: പരസ്പര ബന്ധമില്ലാത്ത സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും എല്ലാം കൂടിച്ചേരുന്ന, പ്രത്യേക താളവും ഈണവുമില്ല, വ്യത്യസ്തങ്ങളായ വായിന്റെ അകത്തുള്ള മഖ്റജുകളിൽ നിന്ന്, അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു വരുന്ന ശരീരത്തിന്റെ സ്വരാക്ഷരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള പദങ്ങൾ കൂട്ടിവെച്ചതാണ് എന്ന് പറയുന്ന സൂറത്തുൽ മറിയമിന്റെ തുടക്കം. അതിന്റെ പശ്ചാത്തലത്തെ കുറിച്ച് തഫ്സീറിന്റെ വചന കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം? മഹദി മറിയം ബീവിയുടെ, ഈസാ അലൈഹിസ്സലാമിന്റെ ജനനത്തെ കുറിച്ചെല്ലാമുള്ള ഏറെ പ്രതിപാദമായിട്ടുള്ള വിഷയം കൈകാര്യം ചെയ്യുന്ന സൂറത്താണ് സൂറത്തുൽ മറിയം. ആ സൂറത്തുൽ മറിയമിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറിയമിന്റെ ഉപ്പയായ ഇമ്രാനിനെ കുറിച്ചും ഉമ്മയായ ഹന്നത്തിനെ കുറിച്ച് പറയേണ്ടതുണ്ട്. അത് ഖുർആനിലെ 3ാമത്തെ സൂറത്തായ ആൽ ഇമ്രാൻ സൂറത്തിലാണ് അതിനെപ്പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. ബനൂ ഇസ്രായേലിൽ ജീവിച്ച സ്വാലിഹായ ഒരു മനുഷ്യനായിരുന്നു ഇമ്രാനും അദ്ദേഹത്തിന്റെ ഭാര്യയായ ഹന്നത്തും. അവർക്ക് വർഷങ്ങളോളം കാത്തിരുന്ന് ഒരു കുഞ്ഞിക്കാരുണ്ടായില്ല. ഒരു കുഞ്ഞ് ലഭിക്കണമെന്ന് അവർ അതിയായി ആഗ്രഹിച്ചു. അള്ളാഹുവോട് ദുആ ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം ഹന്നത്ത് ഇങ്ങനെ പോലും ദുആ ചെയ്തു: അള്ളാഹുവേ, എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കുകയാണെങ്കിൽ ആ കുഞ്ഞിനെ ബൈത്തുൽ മഖ്ദിസിന്റെ ഖിദ്മത്തിനായി ഞാൻ നേർച്ചയാക്കാം, ഞാൻ സമർപ്പിക്കാം. ആ കുഞ്ഞിനെ എനിക്ക് വേണ്ട, ഈ ഒരു കുഞ്ഞിക്കാൻ എനിക്ക് കാണിച്ചു തന്നാൽ മാത്രം മതി. ആൽ ഇമ്രാന്റെ വരികളിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ സാധിക്കും: ഇദ് ഖാലത് ഇംറഅതു ഇമ്രാൻ റബ്ബി ഇന്നി നദർതു ലക മാ ഫീ ബത്നി മുഹററൻ ഫതഖബ്ബൽ മിന്നി ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ, എന്റെ വയറ്റിൽ, എന്റെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെ തന്നാ മതി. എനിക്കതിനെ പോറ്റണമെന്നോ വളർത്തണമെന്നോ അവനെന്റെ വീട്ടിൽ എനിക്ക് സേവനം ചെയ്തിട്ടുണ്ടാവണമെന്ന് എനിക്കൊന്നും ആഗ്രഹമില്ല. അവനെ വേണമെങ്കിൽ ബൈത്തുൽ മഖ്ദിസ് ഞാൻ കൊടുക്കാം, പക്ഷെ ഒരു കുഞ്ഞിക്കാലിന് തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹന്നത്തിന്റെ പ്രാർത്ഥന അള്ളാഹു കേട്ടു. അള്ളാഹു ഹന്നത്തിനും ഇമ്രാനും കുഞ്ഞിനെ നൽകി. പക്ഷെ പ്രസവിച്ചപ്പോൾ പെൺകുട്ടിയായിരുന്നു. ബൈത്തുൽ മഖ്ദിസിൽ അതിന്റെ സേവനത്തിലായി, അവിടെ നടക്കുന്ന ആരാധന കർമ്മങ്ങൾക്കായി, അവിടെ നടത്തുന്ന മറ്റു പരിപാടികൾക്കൊക്കെയായി പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. സക്കരിയ അലൈഹിസ്സലാമിനെ പോലുള്ള നബിമാർ, മറ്റു പണ്ഡിതന്മാർ. പക്ഷെ മറിയം എന്ന് പറയുന്ന കുട്ടി പെൺകുട്ടിയല്ലേ. ആ പെൺകുട്ടി എങ്ങനെ പള്ളിക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്യുക? പെൺകുട്ടിയെ കിട്ടിയപ്പോൾ ഇമ്രാന്റെ ഭാര്യയായ ഹന്നത്ത് അല്ലാഹുവോട് പറഞ്ഞു: അല്ലാഹു, എനിക്ക് കിട്ടിയത് പെൺകുട്ടിയാണ്.
ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് ഞാൻ ബൈത്തുൽ മഖ്ദിസിന് കൊടുക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ പെൺകുട്ടിയെ ബൈത്തുൽ മഖ്ദിസിന് സമർപ്പിക്കുക. അങ്ങനെ ബൈത്തുൽ മഖ്ദിസിന്റെ തൊട്ടടുത്തായിട്ടുള്ള റൂമിലാണ് പിന്നീട് മറിയം ബീവി വളരുന്നത്. ആ മറിയം ബീവിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് മഹാനായ സക്കരിയ അലൈഹിസ്സലാമാണ്. സക്കരിയ അലൈഹിസ്സലാം ഹന്നത്തിന്റെ സഹോദരനാണ്, മറിയം ബീവിയുടെ കാരണവരാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞത്. ഇങ്ങനെ ഈ മറിയം ബീവിയുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം എല്ലാം കൊടുത്തത് സക്കരിയ അലൈഹിസ്സലാമാണ്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന അന്നത്തെ ബൈത്തുൽ മഖ്ദിസിലെ ബനൂ ഇസ്രായേലിലെ അതീവ പ്രധാനിയായ നബിയാണ്. സക്കരിയ അലൈഹിസ്സലാമും ജീവിതത്തിൽ ഇതുപോലുള്ള ഒരു വിഷമത്തിൽ കൂടി കടന്നു പോവുകയായിരുന്നു. അദ്ദേഹത്തിന് 90 വയസ്സ് കഴിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇന്ന് അവർ കുഞ്ഞ് ലഭിച്ചിട്ടില്ല. ഒരു നബിയാണ്, നബി എന്ന നിലയിലുള്ള പ്രബോധന കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കുഞ്ഞില്ലാത്തതിന്റെ പേരിലുള്ള ടെൻഷനോടുകൂടി, വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം ജീവിച്ചത്. ഒരിക്കൽ സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവി താമസിക്കുന്ന മുറിയിലേക്ക് കടന്നു പോകുന്നു. മറിയം ബീവിയുടെ സൂറത്ത് ആൽ ഇംറാൻ നിങ്ങൾക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഖുർആനിക ആയത്തുകൾ കൂടി തന്നെ മറിയം ബീവിയുടെ അടുക്കൽ അന്ന് ബൈത്തുൽ മഖ്ദിസിലോ ഫലസ്തീനിലോ ലഭിക്കാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള വിവിധ വർണ്ണങ്ങളിലും രുചികളിലുമുള്ള ഫലങ്ങളെ സക്കരിയ അലൈഹിസ്സലാം കാണുന്നു. സക്കരിയ അലൈഹിസ്സലാം മറിയം ബീവിയോട് ചോദിക്കുന്നു, യാ മറിയം അന്നാ ലക ഹാദാ, മറിയമേ എവിടെ നിന്ന് കിട്ടിയതാണ് നിനക്ക് ഈ സീസണിൽ പെടാത്ത, നമ്മുടെ നാട്ടിലൊന്നും ലഭിക്കാത്ത വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫലങ്ങളാണല്ലോ? മറിയം ബീവിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു, ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. റബ്ബ് അവന്റെ അടുക്കൽ നിന്ന് എനിക്ക് ഇറക്കി തന്നതാണ്. അതിൽ അത്ഭുതപ്പെടാനില്ല. വരാനിരിക്കുന്ന ഈസ എന്ന് പറയുന്ന ഒരു കുഞ്ഞിനെ ഒരു പുരുഷന്റെ സാമീപ്യമില്ലാതെ, ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ ജനിക്കാൻ പോകുന്ന കന്യകയാണ് മറിയം ബീവി. ആ മറിയം ബീവിയുടെ സംരക്ഷണത്തെ സക്കരിയ അലൈഹിസ്സലാം അല്ല ഏറ്റെടുത്തത്. ആ മറിയം ബീവിയുടെ സംരക്ഷണത്തെ, അവരുടെ ഭക്ഷണത്തെ എല്ലാം ഏറ്റെടുത്ത റബ്ബ് അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള ഫലവർഗ്ഗങ്ങളെ മറിയം ബീവിയുടെ അടുക്കൽ എത്തിച്ചു കൊടുത്തു. മറിയം ബീവി പറഞ്ഞു, അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാണ്. ആ പദം അള്ള തന്നതാണ് എന്നുള്ള പദം സക്കരിയ അലൈഹിസ്സലാമിന്റെ ഹൃദയത്തിൽ കൊണ്ടു. തുടർന്നുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ വായത്തിൽ കാണിച്ചു സക്കരിയ അലൈഹിസ്സലാം ചിന്തിച്ചു, അങ്ങനെ കാര്യകാരണ ബന്ധങ്ങളൊന്നുമില്ലാതെ, മരങ്ങളോ ചെടികളോ ഒന്നുമില്ലാതെ, ഈ നാട്ടിൽ ഈ ഫലങ്ങളൊന്നും ഉണ്ടാവുകയും അത് പറിച്ചെടുക്കുകയും ചെയ്യാതെ, പ്രത്യേകമായ ഒരു റീസൺ ഒന്നുമില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിന്ന് മറിയം ബീവിക്ക് ഫലങ്ങൾ ഇറക്കി കൊടുത്താൽ എന്തുകൊണ്ട് അള്ളാഹുവിന് ഒരിക്കലും കുഞ്ഞിനെ നൽകിക്കൂടാ? സക്കരിയ അലൈഹിസ്സലാം ബൈത്തുൽ മഖ്ദിസിന്റെ മിഹ്റാബിന്റെ അടുക്കൽ പോയി അദ്ദേഹം ഇരുന്നുകൊണ്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു. ആ ദുആഇന്റെ തുടക്കമാണ് സൂറത്തുൽ മറിയം. കാഫ് ഹാ യാ ഐൻ സാദ് അടിമയായ സക്കരിയ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ചുള്ള പരാമർശമാണ് സൂറത്തുൽ മറിയമിന്റെ തുടക്കങ്ങളിൽ കൂടി മനുഷ്യരെ നിങ്ങൾ കേൾക്കുന്നത്. ഈ പറയുന്ന എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് നിങ്ങൾക്കറിയുമോ? ബൈത്തുൽ മഖ്ദിസിന്റെ മിഹ്റാബിന്റെ ചാരത്ത് 90 വയസ്സായിട്ടും ഒരു കുഞ്ഞിനെ ലഭിക്കാത്തതിന്റെ പേരിലുള്ള ദുഃഖാർത്ഥനായി കണ്ണീർ വളർത്തുകൊണ്ട് സക്കരിയ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മുമ്പിൽ ഇരു കൈകൾ ഉയർത്തി അദ്ദേഹം പൊട്ടിക്കരഞ്ഞു. ഒരു മനുഷ്യൻ, 90 വയസ്സായ മനുഷ്യൻ, കുട്ടിയില്ല, കുഞ്ഞിനെ ലഭിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. ജീവിതത്തിൽ മകൻ ലഭിക്കണം, മകൾ ലഭിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തിൽ ഒരു മനുഷ്യൻ, പടുവൃദ്ധനായ ഒരു മനുഷ്യൻ ദ്വായിരക്കുന്ന സമയത്ത്, കണ്ണീർ വാർക്കുന്ന സമയത്ത് അയാളുടെ ശ്വായിൽ നിന്ന് വരുന്ന അർത്ഥമില്ലാത്ത ചില പദങ്ങൾ ഉണ്ടാവും. നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന പദങ്ങൾ വായിൽ നിന്ന് പുറത്തേക്ക് വരാതിരിക്കുമ്പോൾ മുറിഞ്ഞ ചില പദങ്ങൾ വായിൽ നിന്ന് വരാറില്ലേ? അതുപോലെ സക്കരിയ അലൈഹിസ്സലാമിക്ക് ചോദിക്കാനുള്ള ദുആക്കൾ ഒന്നും മുഴുവിക്കാൻ പോലും സാധിക്കുന്നില്ല. പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ കരച്ചിലിന്റെ ശബ്ദമാണ് സൂറത്തുൽ മറിയമിന്റെ ആരംഭത്തിൽ ഇന്നും നമ്മൾ ഓതിക്കൊണ്ടിരിക്കുന്ന
മിമ്പറിന്റെ മിഹ്റാബിന്റെ അടുക്കൽ ഇരുന്നുകൊണ്ട് റബ്ബിനെ അദ്ദേഹം ഖഫിയായി വിളിച്ചു. ആരും കേൾക്കാത്ത ശബ്ദത്തിൽ, മറ്റാരും കേൾക്കാത്ത ശബ്ദത്തിൽ, അതേസമയം റബ്ബ് കേൾക്കുന്ന തേങ്ങിക്കരച്ചിന്റെ ശബ്ദത്തിൽ അള്ളാഹുവിനെ വിളിച്ചു. റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി. സക്കറിയ അലൈഹിസ്സലാമിന്റെ വാക്കുകൾ, അദ്വാന്റെ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കണം. റബ്ബി ഇന്നി വഹനൽ അൽമു മിന്നി. റബ്ബേ, എന്റെ എല്ലെല്ലാം ദുരുമ്പിച്ചു പോയി. എന്റെ താടിയും മുടികളും എല്ലാം നരച്ചു. 90 വയസ്സ് കഴിഞ്ഞു. പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും റബ്ബേ, നിന്നോട് ചോദിക്കുന്ന വിഷയത്തിൽ ഞാൻ എന്റെ പ്രതീക്ഷ അസ്തമിച്ചവരല്ല. നിന്നോട് ദുആ എടുക്കുന്ന വിഷയത്തിൽ എന്റെ പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല. എന്റെ താടി രോമങ്ങൾ നോക്കുമ്പോൾ എനിക്ക് ഹോപ്പില്ല. എന്റെ ശരീരത്തിന്റെ ശാരീരിക ക്ഷമത നോക്കുമ്പോൾ എനിക്ക് ഹോപ്പില്ല. എന്റെ ഭാര്യയുടെ ഗർഭിണിയാകുമോ എന്ന് നോക്കുന്ന സമയത്തും അവളുടെ ശാരീരിക ക്ഷമത ഞാൻ നോക്കുന്ന സമയത്തും എനിക്ക് ഹോപ്പില്ല. പക്ഷേ എനിക്ക് പ്രതീക്ഷ ആകെയുള്ളത് നിന്നോടുള്ള ദുആയിൽ മാത്രമാണ്. കാര്യകാരണ ബന്ധങ്ങളില്ലാതെ, പ്രത്യേകിച്ച് റീസണുകളൊന്നുമില്ലാതെ ഭൂമിയിൽ നീ ഇഷ്ടപ്പെടുന്ന, നീ ഇച്ഛിക്കുന്ന കാര്യങ്ങൾ നടത്താൻ കഴിവുള്ളവനാണ് റബ്ബേ. ആ റബ്ബേ, നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. എന്റെ ഭാര്യ മച്ചിയാണ്. മച്ചി എന്നൊരു സ്ത്രീനെ പറ്റി പറയുക, അവൾ പ്രസവിക്കുന്ന പ്രായം കഴിയുമ്പോഴാണ്. ഒരു സ്ത്രീ ആർത്തവക്കാരിയായിരിക്കുന്ന സമയത്താണ് അവൾ പ്രസവിക്കുക. ഒരു സ്ത്രീയുടെ ആർത്തവം നിലക്കുന്നതോടുകൂടി അവളുടെ പ്രസവത്തിന്റെ, പ്രഗ്നൻസിയുടെ സമയം അസ്തമിക്കും. ആ ആർത്തവകാലമെല്ലാം കഴിഞ്ഞ് വാർദ്ധക്യത്തിന്റെ, പടുവൃദ്ധതയുടെ കാലഘട്ടത്തിലേക്ക് എന്റെ ഭാര്യ കടന്നുപോയി. ഞാനാണെങ്കിൽ ഈ ശാരീരിക ക്ഷമത ഒന്നുമില്ലാത്ത ആളാണ്. പക്ഷെ ഇങ്ങനെ റീസണോ കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നുമില്ലെങ്കിലും നീ വിചാരിച്ചാൽ നടക്കുമല്ലോ. സക്കറിയ അലൈഹിസ്സലാമിന്റെ അടുക്കലേക്ക് അള്ളാഹുവിന്റെ മലക്കുകൾ ഒരു കുട്ടിയുടെ സന്തോഷ വാർത്തയുമായി വരുന്നു. യാ സക്കറിയ ഇന്നാ നുബശ്ശിറുക ബിഗുലാമിൻ ഇസ്മുഹു യഹ്യാ ലം നജഅൽ ലഹു മിൻ ഖബ്ലു സമീയ. സക്കറിയ, നിനക്കൊരു ആൺകുട്ടിയെ ഞാൻ നൽകും. ആ കുഞ്ഞിന് നീ യഹ്യ എന്ന് പേരിടണം. യഹ്യ എന്ന മനുഷ്യന് അള്ളാഹു നേരിട്ട് പേര് നൽകിയ മനുഷ്യനായിരുന്നു ചരിത്രത്തിൽ യഹ്യ അലൈഹിസ്സലാം. ആ യഹ്യ എന്നുള്ള പേര് അന്നേ വരെ മനുഷ്യ ചരിത്രത്തിൽ മറ്റൊരു കുഞ്ഞിനെയും നൽകിയിട്ടില്ല. ഇത് കേട്ട സക്കറിയ അലൈഹിസ്സലാം അത്ഭുതമായി. അദ്ദേഹം തന്നെയാണ് ദുആ ചെയ്തത്. അദ്ദേഹം വീണ്ടും അള്ളാഹുവോട് ചോദിക്കുന്നു, റബ്ബി അന്നാ യകൂനു ലി ഗുലാം. റബ്ബി, എനിക്ക് കുഞ്ഞുണ്ടാവുകയെന്നോ? എന്റെ ഭാര്യ മച്ചിയാണ്, അവൾ പ്രസവിക്കൂല. ഞാനാണെങ്കിൽ പടുവൃദ്ധനായി, എനിക്ക് കുഞ്ഞുണ്ടാവുമെന്നോ? അള്ളാഹു പറയുന്നു, അങ്ങനെയാണ് സക്കറിയ. ഹുവ അലയ്യ ഹയ്യിൻ. ഇതൊക്കെ എനിക്ക് നിസാരമാണല്ലോ. ഇല്ലായ്മയിൽ നിന്ന്, നിർജീവമായിട്ടുള്ള ഒരു സ്പേമിൽ നിന്നും, ഒരു അണ്ടത്തിൽ നിന്നും, ഒരു ബീജത്തിൽ നിന്നും, ഒരു അണ്ടത്തിൽ നിന്നും മനുഷ്യ, നിങ്ങളെ എല്ലാം സൃഷ്ടിച്ചവർ ഞാനാണ്. ഈ സ്പേം, ഈ അണ്ടമാകട്ടെ, ഇത് ബീജമാകട്ടെ, ഇതെല്ലാം നിർജീവ വസ്തുക്കളാണ്. ആ നിർജീവമായ വസ്തുക്കളിൽ നിന്ന് യഹ്യ എന്ന് പറയുന്ന കുഞ്ഞിനെ നിനക്ക് എനിക്ക് നൽകാൻ സാധിക്കും. നിന്നെ ഞാൻ സൃഷ്ടിച്ചതുപോലെ യഹ്യ എന്ന് പറയുന്ന കുഞ്ഞിനെ നൽകാൻ സാധിക്കും. ഈ സൂറത്തിനെ ഈ പറയുന്ന പ്രതിവാദ വിഷയങ്ങൾക്ക് തൊട്ടുടനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം ബീവിയെ പറ്റി പറയുന്നത്. ഒരു പുരുഷ സ്പർശമില്ലാതെ, ഒരാളില്ലാതെ ഒരു സ്ത്രീ ഗർഭിണിയായി മാറുന്നു. സാധാരണഗതിയിൽ വിവാഹം കഴിയാത്ത ഒരു പെണ്ണ് ഗർഭിണിയായിട്ടുണ്ടെങ്കിൽ അവൾ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് നമ്മൾ പറയും. അവളുടെ കന്യകത്വം കഴിഞ്ഞു എന്ന് നമ്മളും. അവള് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു, പുരുഷനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്ന് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വിധിക്കും. ഇതേ രീതിയിൽ ബനൂ ഇസ്രായേലുകാരെല്ലാം മറിയം ബീവി വേശ്യയായി എന്ന് വിധിച്ചു. ആ മറിയം ബീവി തന്റെ കുഞ്ഞായ ഈസാ അലൈഹിസ്സലാമിനെ ബനൂ ഇസ്രായേലുകാരെ സാക്ഷിയാക്കിക്കൊണ്ട് ഈസയോട് പറഞ്ഞു, ഈസ സംസാരിക്കുക, എന്റെ മകനെ നീ ഇവരോട് സംസാരിക്കുക. ഞാനൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടല്ല, മറിച്ച് അള്ളാഹു തന്നെ നേരിട്ട് എനിക്ക് നൽകിയ കുഞ്ഞാണെന്നുള്ള കാര്യം നീ ഇവരോട് സംസാരിക്കുന്നത് സൂറത്തുൽ മറിയമിന്റെ വാക്കുകളിൽ കൂടി നമുക്ക് കാണാൻ സാധിക്കും. കാര്യകാരണ ബന്ധങ്ങളില്ലാതെ അള്ളാഹുവിന് ഒരു കാര്യം ഭൂമിയിൽ നിർവഹിക്കൽ നിസാരമാണ്. ദുൽഹിജ്ജ മാസം വിട പറയാൻ പോവുകയാണല്ലോ.
ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് നമ്മൾ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്ന മാസങ്ങളായിരുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിന് 2 കുട്ടികളാണ് ഉണ്ടായത്, ഇസ്മായിലും ഇസ്ഹാഖും. 13 വർഷത്തിന്റെ വ്യത്യാസമാണ് ഇസ്മായിലും ഇസ്ഹാഖും ഉണ്ടാകുന്നത്. പക്ഷേ എന്നായിരുന്നു ഇസ്ഹാഖ് ഉണ്ടായത്? എന്നായിരുന്നു ഇസ്മായിൽ ഉണ്ടാകുന്നത്? ഇബ്രാഹിം അലൈഹിസ്സലാമിനും ഭാര്യയായ ഹാജറക്കും ഇസ്മായിൽ അലൈഹിസ്സലാമുക്കും ഭാര്യയായ സാറക്കും ഒരു കാരണവശാലും കുഞ്ഞുണ്ടാവാൻ സാധ്യമല്ലാത്തൊരു പ്രായം കഴിഞ്ഞപ്പോൾ, ഇനിയൊരു കുഞ്ഞിക്കാണ് കാണൂല എന്ന് ഉറപ്പായ സമയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയ കുട്ടിയായിരുന്നു ഇസ്ഹാഖ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന് നൽകിയ കുഞ്ഞായിരുന്നു ഇസ്മായിൽ അലൈഹിസ്സലാം. ഈ പറയുന്ന ചരിത്ര പശ്ചാത്തലങ്ങളിൽ കുഞ്ഞുണ്ടാവൂല എന്നുള്ള ഉറപ്പായ സമയത്തിൽ കുഞ്ഞിനെ നൽകുന്ന ഈ ചരിത്ര വായനകളെല്ലാം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മുടെ അധ്വാനങ്ങൾ കൊണ്ടോ, നമ്മുടെ പരിശ്രമങ്ങൾ കൊണ്ടോ, നമ്മുടെ സമ്പത്തുകൾ കൊണ്ടോ, നമ്മുടെ അധികാരങ്ങൾ കൊണ്ടോ, നമ്മുടെ ശാരീരിക ക്ഷമത കൊണ്ടും ഒന്നുമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ കാര്യങ്ങളെ നിർവഹിക്കുന്നത്. അത് അല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അല്ലാഹുവിന്റെ തീരുമാനപ്രകാരം. വളരെ എളുപ്പമുള്ള ഒരു ഭാഷയിൽ പറഞ്ഞാൽ, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ, വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അൻആം എന്ന് പറയുന്ന ഒരു സൂറത്തുണ്ട്, സൂറത്തുൽ അൻആം. ആ അൻആമിൽ ഒരു ആയത്തുണ്ട്. അതെങ്ങനെയാണ്? ഇന്നല്ലാഹ ഫാരിഖുൽ ഹബ്ബി വന്നവ. ഇന്നല്ലാഹ ഫാരിഖുൽ ഹബ്ബി വന്നവ. സാധാരണഗതിയിൽ നമ്മൾ കാണുന്ന ധാന്യങ്ങളുണ്ടല്ലോ, വിത്തുകളുണ്ടല്ലോ, അതെല്ലാം പൊട്ടിക്കുകയും അത് മുളപ്പിക്കുകയും ചെയ്യുന്നത് ഞാനാണ്. ആ ആയത്ത് കേവലമായിട്ട് നമുക്ക് വായിച്ചു പോകാം. പക്ഷെ അതിന്റെ അർത്ഥത്തിലേക്കുള്ള നമ്മൾ ചിന്തിച്ചു നോക്കൂ. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെല്ലാം നമ്മൾ കാണുന്ന ഒരു ഫലമാണ് ക്യാഷ്. അതിന് മലയാളത്തിൽ എന്താ പറയാറ്? കശുവണ്ടി എന്ന് പറയും. നമ്മുടെ ഈ മലയോര പ്രദേശങ്ങളിലൊക്കെ ധാരാളമായിട്ട് അത് കാണാറുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കശുവണ്ടി കൃഷി ചെയ്യപ്പെടുന്നത് കൊല്ലത്താണ്. കൊല്ലത്തുള്ള കാഷ്യൂനട്ടിന്റെ ഒക്കെ ഫാക്ടറികളും അത് ഉത്പാദിപ്പിക്കുന്ന കൃഷിയിടങ്ങളിലൊക്കെ നമ്മൾ പോകാൻ സാധിക്കും. അവിടെങ്ങളിലൊക്കെ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്ന ഒരു മേഖല കൂടിയാണ് കശുവണ്ടി മേഖല. കശുവണ്ടി അത് പാകമായതിനു ശേഷം അതിൻ്റെ അകത്തുള്ള കാഷ്യൂ എന്ന് പറയുന്ന അണ്ടി പുറത്തെടുക്കും നിങ്ങൾ കാണാറില്ലേ? അത് നന്നായി ചൂടാക്കിയത് തീയിലിട്ടിട്ട് ചൂടാക്കുക, അത് ഫ്രൈ ചെയ്തതിന് ശേഷം നല്ല മൂർച്ചയുള്ള കത്തി ഉപയോഗിച്ചുകൊണ്ട് അത് പൊട്ടിക്കും. അത് പൊട്ടിക്കുന്നത് മാൻമെയ്ഡ് ആയിട്ട് മെഷീൻ പറ്റൂല, മറിച്ച് സ്ത്രീകളായിട്ടുള്ള ആളുകൾ കാഷ്യൂനട്ടിലെ ഫാക്ടറികളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിരനിരയായിട്ട് കൊല്ലത്തുള്ള ഫാക്ടറികളിലൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവര് മൂർച്ചേറിയ ആ കത്തികൾ ഉപയോഗിച്ചുകൊണ്ട് ആ കാഷ്യൂനട്ട് പൊട്ടിച്ച് അതിൻ്റെ അകത്തുള്ള വിത്ത് പുറത്തെടുക്കും. ഇത് നമ്മൾ കാണുന്നൊരു കാര്യമാണ്. നമ്മൾ പോലും ചെറുപ്രായത്തിൽ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്തും ഇന്റർവെല്ലിന്റെ സമയത്ത് താഴെ വീണ കശുവണ്ടി എടുത്തു വെക്കും. അതൊരു കല്ല് ഉപയോഗിച്ചുകൊണ്ട് കുത്തി പൊട്ടിക്കുകയും കഷ്ടപ്പെട്ട് അതിൻ്റെ അകത്തുള്ള ആ പരിപ്പെടുത്ത് കഴിക്കുകയും ചെയ്ത ബാല്യകാല സ്മരണകൾ നമുക്കൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കാഷ്യൂനട്ട് എന്ന് പറയുന്ന സാധനം നമ്മളൊരു മണ്ണിൽ വെച്ചു എന്ന് വിചാരിക്കുക. നമ്മൾ അതിനെ പൊട്ടിക്കാൻ നിന്നില്ല, നമ്മൾ അത് കല്ലുപയോഗിച്ചോ കത്തിയോ ഉപയോഗിച്ചോ ഒന്നും നമ്മൾ ചെയ്തില്ല. അത് സാധാരണ നമ്മൾ അതിനെ മണ്ണിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാഷ്യൂനട്ടിൽ നിന്ന് അല്പം പോലും ശക്തിയില്ലാതെ വളരെ ദുർബലമായ ഒരു നാമ്പ് പുറത്തേക്ക് പൊട്ടി വരും. ആ നാമ്പിനെ നമുക്കൊന്ന് കൈകൊണ്ട് മിരടിയാൽ അത് പൊട്ടിപ്പോകും. അത്ര പോലും ശക്തിയില്ലാത്ത, അത്ര പോലും ബലമില്ലാത്ത, ഇത്രയും ചെറിയ നിസ്സാരമായ, അല്പം പോലും വെയിറ്റ് ഇല്ലാത്ത, മൂർച്ചയില്ലാത്ത ആ നാമ്പിന് എങ്ങനെയാണ് ആ കാഷ്യൂനട്ടിന്റെ ആ കട്ടിയുള്ള പ്രതലത്തെ പൊട്ടിച്ച് പുറത്തേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? അവിടെയാണ് മനുഷ്യരായ നമ്മുടെ റീസണിങ് എല്ലാം അവസാനിക്കുന്നത്. നമ്മുടെ ശക്തികൾ കൊണ്ട്, നമ്മുടെ ബുദ്ധികൾ കൊണ്ട് നമ്മൾ ഭൂമിയിൽ കണ്ടിട്ടുള്ള റീസണിന്റെ കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഭൂമിയിൽ കാര്യങ്ങൾ സംഭവിക്കൂ. നമ്മൾ പറയൂലേ, സമ്പത്ത് ഉണ്ടാക്കണമെങ്കിൽ നല്ല വിദ്യാഭ്യാസം വേണം എന്നല്ല നമ്മൾ പറയും, നല്ല ജോലി വേണം എന്നൊക്കെ നമ്മൾ പറയും. അത് റീസണിങ്ങിന്റെ ലോകത്ത് നമ്മൾ പറയുകയാണ്. ശരിയാണ്, സമ്പത്ത് ഉണ്ടാവണമെങ്കിൽ നല്ല ജോലി വേണം, നല്ല വിദ്യാഭ്യാസം വേണം. പക്ഷേ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത ആളുകൾക്കും അള്ളാഹു റിസ്ക് കൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ലേ? അറബിയിൽ ഒരു കവിതയുണ്ട്, എത്ര ബുദ്ധിയുള്ള, ഒരുപാട് ഡിഗ്രികൾ പൂർത്തിയാക്കിയ ആളുകൾ, ഒരുപാട് ഡിഗ്രികളും PGകളും എല്ലാം പൂർത്തിയാക്കിയ, ഒരുപാട് പഠിച്ചിട്ടുള്ള എത്ര ആൾക്കാർ
അവർ ജീവിതത്തിന്റെ അന്നം തേടിപ്പോകാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിച്ച് തട്ടിമുട്ടി പോകുന്ന നമ്മൾക്ക് കാണാൻ സാധിക്കും. അതേ സമയത്ത് നാലാം ക്ലാസ് മുസ്ലിം മാത്രമുള്ള ആളുകൾക്ക് അള്ളാഹു റിസ്ക് കണക്കില്ലാതെ കൊടുക്ക് നമ്മൾ കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട് എന്ന് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ ഖദർ, അത് നമ്മൾ കണ്ടിട്ടുള്ള, നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള റീസണിങ്ങിന്റെ കാര്യകാരണ ബന്ധങ്ങൾക്കപ്പുറമാണ് അത് നടക്കുന്നത്. ഏത് പറഞ്ഞതുപോലെ കത്തി ഉപയോഗിച്ചാൽ മാത്രം, മൂർച്ചേറിയ കത്തി ഉപയോഗിച്ചാൽ മാത്രം നമുക്ക് പൊട്ടിക്കാൻ സാധിക്കുന്ന ആ കശുവണ്ടിയുടെ തോടിനെ കേവലമായിട്ടുള്ള അല്പം പോലും ശക്തിയില്ലാത്ത ആ പുൽദാമ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊട്ടിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്, അള്ളാഹുവിന്റെ ഖദറാണ്. അവിടെ നമ്മുടെ മൂർച്ചകൾക്ക് പങ്കില്ല, അവിടെ നമ്മുടെ കല്ലുകളുടെ പവറിന് പങ്കില്ല. അവിടെയാണ് അള്ളാഹുവിന്റെ ഖദറിന്റെ പങ്ക് നമുക്ക് മനസ്സിലാകുന്നത്. മുഅ്മിനാവണമെങ്കിൽ 6 കാര്യങ്ങളിൽ പൂർണ്ണമായും വിശ്വാസം ഉണ്ടാവണം എന്നാണ് നമ്മൾ പറയുക. അള്ളാഹു വിശ്വാസം ഉണ്ടാവണം, മലക്കുകളെ വിശ്വാസം ഉണ്ടാവണം, അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ വിശ്വാസം ഉണ്ടാവണം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ അവസാനമായി നമ്മൾ പറഞ്ഞു നിർത്തുന്നതാണ് ഏറെ പ്രധാനം. അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ നന്മകളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ ശർറുകളും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ്. അള്ളാഹു ഇച്ഛിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ കാര്യങ്ങൾ നിർവഹിക്കും. അള്ളാഹുവിന്റെ തീരുമാനങ്ങൾ, അള്ളാഹുവിന്റെ ഖദർ, അള്ളാഹുവിന്റെ ഖൈർ. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. മനുഷ്യന്മാർ അള്ളാഹുവിനെ പറ്റി വിചാരിച്ചു വെക്കുന്നതിനെ പറ്റിയാണ് ഖുർആൻ ആയത്ത്. വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദരി. മനുഷ്യർ അള്ളാഹുവിന് നൽകേണ്ട വില നൽകുന്നില്ല. അള്ളാഹു ആരാണെന്ന് മനുഷ്യൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. والأرض جميعا قبضته يوم القيامة والسماوات مطويات بيمينه والأرض جميعا ഭൂമി മുഴുവനായിട്ട് ഖിയാമത്ത് നാളിൽ വസ്സമാവാതു ഭൂമിയും ആകാശങ്ങളും എല്ലാം എന്റെ കൈകളിൽ ഞെരിഞ്ഞമരുന്നൊരു ദിവസമുണ്ട്. അത് ഖിയാമത്തിന്റെ ദിവസമാണ്. അള്ളാഹു അവന്റെ ശക്തിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആയത്ത് മുഅ്മിനീങ്ങൾക്ക് അള്ളാഹുവിന്റെ കഴിവിനെ മനസ്സിലാക്കിയിട്ടില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് ഉണ്ടായിരുന്ന ഈമാൻ പോലും നമുക്കുണ്ടോ എന്ന് നമ്മൾ വിചാരിക്കണം. ചിലപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ടെൻഷനാവും, നമ്മൾ വിഷമത്തിലാവും. മക്കളില്ലാതെ കാണുമ്പോൾ നമ്മൾ ബേജാറാകും. ജീവിതത്തിൽ കച്ചവടത്തിൽ കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ബേജാറാവും. പക്ഷെ എപ്പോഴെങ്കിലും റബ്ബിന്റെ മുമ്പിൽ നമുക്ക് ഇരിക്കാൻ സാധിക്കാറുണ്ടോ? റബ്ബിനോട് വിഷമങ്ങൾ തുറന്നു പറയാൻ സാധിക്കാറുണ്ടോ? ആ സമയത്തുള്ള ആനന്ദം നമ്മൾ അനുഭവിക്കാറുണ്ടോ? ഒറ്റയ്ക്കിരുന്നുകൊണ്ട് നമ്മുടെ വിഷമങ്ങളെ, ദുഃഖങ്ങളെ റബ്ബിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന് അത് എളുപ്പമാണ്. കുഞ്ഞിനെ ഒരിക്കലും കുഞ്ഞ് ലഭിക്കൂല എന്ന അവസ്ഥയിൽ സക്കരിയ അലൈഹിസ്സലാമിന് കുഞ്ഞിനെ നൽകിയ, ഇബ്രാഹിം അലൈഹിസ്സലാമിന് കുഞ്ഞിനെ നൽകിയ, ഭർത്താവില്ലാതെ മറിയമിന് കുഞ്ഞിനെ നൽകിയ അള്ളാഹുവിന് ഈ കാര്യങ്ങളെല്ലാം, എന്റെ പ്രശ്നങ്ങളെല്ലാം നിസ്സാരമാണ് നമ്മൾ ചോദിക്കാറുണ്ടോ? അബ്ദുൽ മുത്തലിബ് മക്കത്തെ മുസ്ലിങ്ങളിൽ ഏറ്റവും അതിപ്രധാനനായിട്ടുള്ള നേതാവാണ്, പ്രശസ്തനായിട്ടുള്ള നേതാവാണ്. അബ്ദുൽ മുത്തലിബിന്റെ ജീവിത കാലഘട്ടത്തിലാണ് അബ്രഹത്തും സംഘവും കാബാലയം തകർക്കാൻ വേണ്ടി വന്നത്. കാബാലയം തകർക്കാൻ വേണ്ടി യമനിൽ നിന്ന് പുറപ്പെട്ടു വന്ന അബ്രഹത്തും സംഘവും വരുന്ന വഴിയിൽ വെച്ച് അബ്ദുൽ മുത്തലിബിന്റെ അടക്കമുള്ള മക്കത്തെ മുസ്ലിങ്ങളുടെ ആടുകളുടെ കൂട്ടത്തെ കൊള്ളയടിച്ചു. 100ഓളം ആടുകൾ ഉണ്ടായിരുന്നു. മക്കയെ ആക്രമിക്കാൻ വരുന്നതിന് മുമ്പ് മക്കത്ത് പുറത്തുള്ള പ്രദേശത്ത് അബ്രഹത്തും സംഘവും തമ്പടിച്ചു. പിറ്റേന്ന് പ്രഭാതത്തിൽ മക്കത്ത് വന്ന് ആക്രമിച്ചും മക്ക തകർക്കണം, കാബാലയം തകർക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു യമനിലെ അന്നത്തെ ക്രിസ്ത്യാനിയായ രാജാവായ അബ്രഹത്തുൽ അശ്രം പുറപ്പെട്ടു വന്നത്. ഈ അബ്രഹത്തിനെ കാണാൻ വേണ്ടി അബ്ദുൽ മുത്തലിബ് പോയി. അബ്ദുൽ മുത്തലിബിനോടായി അബ്രഹത്ത് ചോദിച്ചു, അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ വന്നത് മക്കയെ ആക്രമിക്കരുത് എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണോ? കാബ തകർക്കരുത് എന്ന് ആവശ്യപ്പെടാൻ വേണ്ടിയാണോ? അബ്ദുൽ മുത്തലിബ് പറഞ്ഞു, ഞാൻ അതിലല്ല വന്നത്. ഞാൻ വന്നത് എന്റെ 100 ഒട്ടകത്തെ നിങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു തരണം. അബ്രഹത്ത് അബ്ദുൽ മുത്തലിബിനോട് ചോദിച്ചു, അബ്ദുൽ മുത്തലിബ്, നിങ്ങൾ എന്തൊരു മനുഷ്യനാണ്? ഞാൻ നിങ്ങളെ കുറിച്ച് കേട്ടത് നിങ്ങൾ വലിയൊരു നേതാവാണ്. മക്കത്തെ ഖുറൈശികളെ ചോദ്യം ചെയ്യാത്ത നേതാവായിട്ടാണ് ഞാൻ ഇത്രയും കാലം നിങ്ങൾ ആദരിച്ചിരുന്നത്. പക്ഷേ നിങ്ങളുടെ നാടിനെ, നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമി ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് എന്ന് നിങ്ങൾ പറയുന്ന കാബാലയത്തെ ഞാൻ തകർക്കാൻ വരുന്ന സമയത്ത് ആ കാബ തകർക്കരുത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ 100 ഒട്ടകത്തെ ചോദിക്കാൻ വേണ്ടിയാണ് വന്നത്. നാണമില്ലേ? ആ അബ്ദുൽ മുത്തലിബ് അബ്രഹത്തിനോട് പറഞ്ഞൊരു മറുപടി ഉണ്ട്, ആടുകൾ എന്റെതാണ്,
കാബ അള്ളാഹുവിൻ്റെതാണ്. കാബയുടെ കാര്യം അള്ളാഹു നോക്കിക്കോളും. കാബയുടെ കാര്യം അള്ളാഹു നോക്കിക്കോളും. പ്രിയ സുഹൃത്തുക്കളെ, അബ്ദുൽ മുത്തലിബ് എന്ന് പറയുന്ന മുഷ്രിഖ്, അദ്ദേഹം മുഷ്രിഖായ മനുഷ്യനായിരുന്നു. അള്ളാഹുവിനോടൊപ്പം വിഗ്രഹങ്ങളെയും ദേവന്മാരെയും ആരാധിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ആ അബ്ദുൽ മുത്തലിബ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഈമാനുണ്ട്. ആ അബ്ദുൽ മുത്തലിബ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഈമാനുണ്ട്. അത് ഭൂമിയിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നത്, ഭൂമിയിൽ കാര്യങ്ങൾ നിശ്ചയിക്കുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ കൈവിന് പുറത്തായിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അനാമിലെ ആയത്തുകൾ എടുത്ത് പരിശോധിച്ചാൽ ഖുർആനിക പദം പറഞ്ഞാൽ ആ ഒരു ചെടിയിൽ നിന്ന്, ഒരു മരത്തിൽ നിന്ന് ഒരു ഇല പോലും അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ താഴെയില്ല. കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് അദ്ദേഹം പറഞ്ഞു, എന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ തീരുമാനത്തെപ്പറ്റി ഖദറിനെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഈമാൻ ഉണ്ടാക്കി തന്നത് ഒരു ക്രിസ്ത്യാനിയായ കന്യാസ്ത്രീയാണ്. ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും ഹോസ്പിറ്റലിൽ പോയി. വിവാഹം കഴിഞ്ഞു 1-2 വർഷം കഴിഞ്ഞു, കുട്ടിയാകുന്നില്ല. 3-ാമത്തെ വർഷമായി. അപ്പൊ കുടുംബക്കാരുടെയൊക്കെ ചോദ്യം സഹിക്കാൻ സാധിക്കാതെ ഞാൻ എങ്ങനെ ഡോക്ടറെ അടുത്ത് പോയി. കോട്ടയത്തുള്ള അറിയപ്പെട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ്. അവൻ ടെസ്റ്റുകളൊക്കെ ചെയ്ത സമയത്ത് ഓക്കെയാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. ഇദ്ദേഹത്തിന് പ്രശ്നമില്ല, ഭാര്യയ്ക്കും പ്രശ്നമില്ല, കുഞ്ഞുണ്ടാവാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഓവുലേഷൻ എന്ന് പറയും, സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് അണ്ടം പുറത്തേക്ക് വരണം, അത് ബീജവുമായി കൂടിക്കലരുമ്പോൾ മാത്രമാണ് കുഞ്ഞ് ജനിക്കുക. ഈ രീതിയിൽ ഓവുലേഷൻ ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഓവുലേഷൻ ഒക്കെ കൃത്യമായി നടക്കുന്നുണ്ടെങ്കിലും അത് കുറച്ചും കൂടി ത്വരിതപ്പെടുത്താൻ വേണ്ടി ഒരു സിറിഞ്ച് ചെയ്യും, ഒരു ഇഞ്ചക്ഷൻ ചെയ്യും. ആ ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി ഇഞ്ചക്ഷൻ റൂമിലേക്ക് പോയി. അവിടെ ഒരു കന്യാസ്ത്രീയായിരുന്ന നേഴ്സ് ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ഭാര്യയും വളരെ ബേജാറോടുകൂടി, ടെൻഷനോടുകൂടി നിൽക്കുന്നത് ഞാൻ കണ്ടു. ആ നേഴ്സ് കന്യാസ്ത്രീ എന്നോട് ചോദിച്ചു, നിങ്ങളൊരു ഉസ്താദല്ലേ, നിങ്ങളൊരു മതപണ്ഡിതനല്ലേ, നിങ്ങളൊരു ദീനുള്ള ആളല്ലേ, നിങ്ങൾ ഇസ്ലാം മത വിശ്വാസിയല്ലേ, ഞങ്ങളെ ക്രിസ്തു മതത്തിൽ ഒന്നുമില്ലാത്ത 6 വിശ്വാസങ്ങൾ നിങ്ങൾക്കില്ലേ? അതിൽ 6ാമത്തത് അള്ളാഹു തീരുമാനിക്കുന്നത് പ്രകാരമാണ് നിങ്ങൾക്ക് കുഞ്ഞ് ലഭിക്കുന്നത്. അള്ളാഹു തീരുമാനിക്കുന്നത് പ്രകാരം നിങ്ങൾക്ക് കുഞ്ഞ് ലഭിക്കൂല എന്നുള്ളതല്ലേ? പിന്നെന്തിനാണ് നിങ്ങൾ ബേജാറാകുന്നത്? പിന്നെന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? ആ ചോദ്യമായിരുന്നു അള്ളാഹുവിന്റെ തീരുമാനങ്ങളെ കുറിച്ച്. റബ്ബിന്റെ മുമ്പിൽ കൈ ഉയർത്തണം എന്നുള്ള ചോദ്യത്തെ കുറിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം ഉണ്ടായിരുന്നത്. അന്ന് വരെ എനിക്ക് കുഞ്ഞ് ലഭിക്കാത്തതിന്റെ പേരിൽ റബ്ബിന്റെ മുമ്പിൽ കരയാൻ എനിക്ക് സാധിച്ചില്ല. പക്ഷെ ആ കന്യാസ്ത്രീ എന്നോട് ചോദിച്ച ചോദ്യം, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് കരഞ്ഞ കണ്ണുകളുമായിട്ട് കൈ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് കുഞ്ഞിന് നൽകൂലേ എന്നുള്ള ആ ചോദ്യമായിരുന്നു എൻ്റെ ഹൃദയത്തിൽ തട്ടിയത്. പിന്നീട് അടുത്ത വർഷം അള്ളാഹു എനിക്കൊരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിനെ നൽകിയത് റബ്ബിന്റെ മുമ്പിൽ 2 കൈകൾ ഉയർത്തിക്കൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ടുള്ള എന്റെയും എൻ്റെ ഭാര്യയുടെയും ദുആഇന്റെ ഫലമായിരുന്നു എനിക്ക് ജീവിതത്തിൽ ലഭിച്ച ആദ്യത്തെ കൺമണിയായ ആ പെൺകുട്ടിക്ക് ഞാൻ ഫർഹ എന്ന് പേരിട്ടു. കാരണം ജീവിതത്തിൽ ഫർഹ എന്ന അറബി പദത്തിന്റെ അർത്ഥം സന്തോഷവുമായി വന്നവളെന്നായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവുമായി അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വന്നവളാണ്. യഹ്യ എന്ന് സക്കരിയ അലൈഹിസ്സലാമിന്റെ കുഞ്ഞിന് പേര് നൽകിയതുപോലെ അതിനോട് തുല്യമാകുന്ന രീതിയിൽ ഫർഹ എന്ന എൻ്റെ മകൾക്ക് ഞാൻ പേരിട്ടു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതത്തിലൊക്കെ ഒരുപാട് ടെൻഷനുകളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട്, ഒരുപാട് വിഷമങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട്, ഒരുപാട് ബേജാറുകളിൽ കൂടി കടന്നു പോകുന്നുണ്ട്. പലരുടെയും ടെൻഷൻ വ്യത്യസ്തങ്ങളാണ്. വീട് പണി പൂർത്തിയാവാത്തവരുണ്ട്, മക്കളില്ലാത്ത വിഷമങ്ങളുണ്ട്, കടങ്ങൾ ഒരുപാടുള്ള വിഷമങ്ങളുണ്ട്. ഈ രീതിയിൽ പലതരത്തിലുള്ള പല വിഷമങ്ങളിൽ കൂടിയാണ് മനുഷ്യൻ കടന്നു പോകാറുള്ളത്. പക്ഷേ മനുഷ്യന്റെ വിഷമങ്ങളെല്ലാം അസ്തമിക്കുന്ന ഒരിടമുണ്ട്. മനുഷ്യന് ഹൃദയത്തിന് സമാധാനം ലഭിക്കുന്ന ഒരിടമുണ്ട്. ഖുർആനിന്റെ പദമെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. സർവ്വലോകങ്ങളെയും അടക്കി വാങ്ങുന്ന റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവിനെ കുറിച്ച് ഓർക്കാതെ മറ്റെന്തോർത്താലാണ് മനുഷ്യന്റെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും റാഹത്തും ലഭിക്കുക? റബ്ബിന്റെ മുമ്പിൽ കൈയുയർത്തിക്കൊണ്ട് കണ്ണീർ വാർത്തുകൊണ്ട് ചോദിക്കുന്നതിലൂടെ അല്ലാതെ മറ്റാരുടെ മുമ്പിൽ കണ്ണുയർത്തിയാണ് മനുഷ്യന് സമാധാനവും റാഹത്തും ലഭിക്കുക. സൂറത്തുൽ അൻബഖറയിലുള്ള പദങ്ങളിലൂടെ അല്ലാഹു പറഞ്ഞതുപോലെ വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂനി വൽയുമിനൂ ബി ലഅല്ലഹും യർഷദൂൻ.
നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയുകയാണ്, എന്റെ അടിമകൾ മനുഷ്യർ നബിയെ അങ്ങയുടെ അടുക്കലെങ്ങാനും വന്നിട്ട് ആരാണ് റബ്ബ്, ആരാണ് അള്ളാഹു എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നീ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടത് മനുഷ്യരെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടി, അവരെയൊക്കെ ശിക്ഷിക്കാൻ വേണ്ടി ഒരു നരകം ഉണ്ടാക്കി വെച്ച് കാത്തു നിൽക്കുന്ന ഒരു റബ്ബായിട്ടല്ല ഖുർആൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് അവരോട് പറഞ്ഞു കൊടുക്ക്, ഫഇന്നി ഖരീബ്, അവരുടെ അടുത്ത് ഞാനുണ്ട്. അവരുടെ ചെരുപ്പിന്റെ വാറിനേക്കാൾ അവരുടെ അടുത്ത് ഞാനുണ്ട്. അവരുടെ തൊണ്ടയിൽ കൂടി കടന്നു പോകുന്ന അവരുടെ കണ്ടനാടിയേക്കാൾ അടുത്ത് ഞാനുണ്ട്. അവരുടെ അടുത്തായി ഞാനുണ്ട്. അവരുടെ സാമീപ്യത്തിൽ ഞാനുണ്ട്. എന്റെ ഒരടിമ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ മറുപടി നൽകും. വന്നിട്ടുണ്ടെങ്കിൽ അവന് ചോദിച്ചതിനുള്ള മറുപടി അപ്പോൾ തന്നെ ഉത്തരം ഇജാബത്ത് ഞാൻ നൽകും. അതല്ലെങ്കിൽ അവൻ ചോദിച്ചത് എന്താണോ അതിനേക്കാൾ ഹൈറായത് ഞാൻ നൽകും. അതല്ലെങ്കിൽ അവൻ എന്നോട് ദുആ ചെയ്തതിന്റെ പേരിൽ അവൻ ചോദിച്ചതിനേക്കാൾ ഏറ്റവും മഹത്തരമായത് അവന്റെ മരണാനന്തരമുള്ള ജീവിതത്തിൽ ഞാൻ അവൻ ഒരുക്കി വെക്കും. അതുകൊണ്ട് അവൻ എന്നോട് ചോദിക്കട്ടെ, അവൻ എന്റെ മുമ്പിൽ കരയട്ടെ, അവൻ എന്നോട് ആവശ്യപ്പെടട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള ഹദീസ് ഉണ്ട്, ഇന്നല്ലാഹ ഹയ്യുൻ കരീം, അല്ലാഹു മാന്യനാണ്, അള്ളാഹു ലജ്ജയുള്ള ആളാണ്. അല്ലാഹുവിന്റെ മാന്യത എന്താണെന്ന് അറിയുമോ? ഇദാ റഫഅ റജുലു ഇലൈഹി യദൈഹി അൻ യറുദ്ദഹുമാ സിഫ്റ, ഒരടിമ അവന്റെ വിഷമത്തിൽ അവന്റെ ദുഃഖത്തിൽ ഇരു കൈകളും ഉയർത്തി റബ്ബിന്റെ മുമ്പിൽ കരഞ്ഞ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഒന്നും നൽകാതെ അവന്റെ കയ്യിനെ മടക്കുന്നത് അള്ളാഹുവിന് ലജ്ജയുള്ള കാര്യമാണ്, അള്ളാഹുവിന് നാണമുള്ള കാര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിന്റെ ടെൻഷനുകൾ, നമ്മുടെ മനസ്സിന്റെ വിഷമങ്ങൾ നമ്മുടെ നമസ്കാരപ്പായയിൽ ഇറക്കി വെക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ തഹജ്ജുദിൽ കരയാൻ നമുക്ക് സാധിക്കണം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബദറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിത്ര നിമിഷമായിട്ടാണ് ബദറിനെ നമ്മൾ വായിക്കാറുള്ളത്. നബിതങ്ങളുടെ നുബുവത്തിന്റെ, നബിതങ്ങളുടെ ഹിജ്റ വർഷം 2-ാം വർഷമാണ് ബദർ യുദ്ധം നടക്കുന്നത്. റമളാൻ മാസം 17-ാം തീയതി, റമളാൻ മാസം 16-ാം തീയതി തന്നെ നബിയും സഹാബാക്കളും ബദറിൽ എത്തിയിട്ടുണ്ട്. പിറ്റേ ദിവസം 17-നാണ് മക്കത്തെ മുസ്ലിങ്ങളായുള്ള ആളുകൾ ബദറിന്റെ രണാങ്കണത്തിലേക്ക് എത്തിച്ചിരുന്നത്. നബിയും സഹാബത്തും തലേ ദിവസം തന്നെ ബദറിലെത്തി. സഹാബാക്കളെല്ലാം പിറ്റേന്ന് പ്രഭാതമാവാൻ ഈ യുദ്ധം തുടങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ജനങ്ങളിൽ നിന്നെല്ലാം മാറി അല്പം മാറിയിട്ട് ഒരു മൺതിട്ടയുണ്ട്, അവിടെ ഒരു ടെന്റ് ഉണ്ടാക്കാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിശ്രമിക്കാൻ വേണ്ടിയാണ് ടെന്റ് എന്ന് അബൂബക്കർ വിചാരിച്ചു. അവിടെ ഒരു ടെന്റ് ഉണ്ടാക്കി. അന്ന് ആ പാതിരാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെന്റിന്റെ അകത്ത് കയറി. ആ മനുഷ്യൻ റബ്ബിന്റെ മുമ്പിൽ നമസ്കരിച്ചു കൊണ്ടേയിരുന്നു. നമസ്കാരാനന്തരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞുകൊണ്ട് അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. പൂർണ്ണമായിട്ടും വൈകാര്യമായിട്ടും ചോദ്യമായിരുന്നു. അതിലെ പദങ്ങൾ ഹദീസിന്റെ സീറയുടെ വരികളിൽ കാണാൻ സാധിക്കും. നബിതങ്ങളോട് അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം എന്താണ്? അള്ളാഹു നാളെ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. ഹക്കും ബാത്തിന്റെയും ഇടയിലുള്ള യുദ്ധമാണ്. നാളെ നടക്കുന്ന യുദ്ധത്തിലെങ്ങാനും ഞാനും എന്റെ കൂടെയുള്ള 313 പേരും പരാജയപ്പെടുകയാണെങ്കിൽ നിന്റെ പേര് പറയാൻ ഭൂമിയിൽ ഒരു മനുഷ്യൻ പോലും അവശേഷിക്കൂല. അതുകൊണ്ട് നിന്റെ പേര് പറയാൻ നിന്റെ ദീൻ അവശേഷിക്കൂല, നിന്റെ മതം അവശേഷിക്കൂല, നിന്റെ ഖുർആൻ അവശേഷിക്കൂല, നിന്റെ റസൂൽ അവശേഷിക്കൂല. അതുകൊണ്ട് നിന്നെ വാഴ്ത്താൻ, നിന്റെ പുകഴ്ത്താൻ, നിന്റെ ദീൻ അവശേഷിക്കാൻ നാളെ ഞങ്ങളെ വിജയിപ്പിക്കണമേ. വൈകാരികമായിട്ടുള്ള ചോദ്യമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിൽ തട്ടിയുള്ള വികാരങ്ങൾ നിർവഹിക്കുന്ന കണ്ണീർ വാർത്തുകൊണ്ടുള്ള ദുആയിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരച്ചിൽക്കാരന് പ്രവാചകന്റെ തലയിലിട്ടിരുന്ന തട്ടം താഴെ വീണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തട്ടം ഇടയ്ക്കിടയ്ക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ തലയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവസാനം അബൂബക്കറിന് സഹിക്കാൻ സാധിക്കാത്തപ്പോൾ നബിതങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്തിനാണ് അങ്ങ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്തിനാണ് ഇങ്ങനെ കഴിയുന്നത്? അള്ളാഹു താങ്കളെ സഹായിക്കുമെന്ന് അള്ളാഹു താങ്കൾക്ക് വാഗ്ദാനം ചെയ്തില്ലേ? വാഗ്ദാനം ചെയ്തതാണ്. പക്ഷെ അള്ളാഹു ആഗ്രഹിക്കുന്ന, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ മനുഷ്യനിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് മനുഷ്യന്റെ പൂർണ്ണമായിട്ടുള്ള സമർപ്പണമാണ്, മനുഷ്യന്റെ കരച്ചലാണ്, മനുഷ്യന്റെ കീവണങ്ങലാണ്, മനുഷ്യന്റെ അടിമപ്പെടലാണ്. ആ അടിമപ്പെടാതെ ഇല്ലാതിരിക്കുന്ന സമയത്തായിരുന്നു മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ പോലും നരകത്തിൽ നിന്ന് പുറത്താക്കിയത്. റബ്ബ് ആഗ്രഹിക്കുന്നത് മനുഷ്യന്റെ കരച്ചിലാണ്, മനുഷ്യന്റെ ഇല്ലായ്മയാണ്, മനുഷ്യന്റെ ബലഹീനതയാണ്. റബ്ബിന്റെ മുമ്പിലുള്ള കീവണങ്ങലാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. കേവലമായിട്ടുള്ള മുട്ടുമടക്കിക്കൊണ്ടുള്ള നമസ്കാരങ്ങൾ മാത്രമല്ല റബ്ബ് ആഗ്രഹിക്കുന്നത്. ആ നമസ്കാരത്തിലെ നമസ്കാരാനന്തരമുള്ള
നമ്മുടെ കരച്ചിലുകളും നമ്മുടെ അടിമത്തത്തെയും നമ്മുടെ വിധേയത്വത്തെയുമാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. ആ രീതിയിലുള്ള അടിമകളാൽ റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കാൻ നമ്മളോട് നമ്മുടെ ഭാര്യമാർ, നമ്മുടെ സഹോദരിമാർ പലതരത്തിലുള്ള വിഷമങ്ങളും വേവലാതികളും നമ്മളോട് പറയാറുണ്ട്. അപ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കണം, എന്നോട് നിന്റെ വിഷമങ്ങൾ പറയുന്നതിന് പകരം നിന്റെ റബ്ബിനോട് പറയും എന്ന് പറയുന്ന ഭർത്താക്കന്മാരും സഹോദരന്മാരുമായി നമുക്ക് മാറാൻ സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ റബ്ബിന്റെ മുമ്പിൽ വിഷമങ്ങൾ പറയുന്നവരായി, റബ്ബിന്റെ ഖദറത്തിൽ ഈമാനുള്ളവരായി, റബ്ബിനോട് ചോദിക്കുന്നവരായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാം തൗഫീഖ് ചെയ്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. الحمد لله الكريم المعبود واشهد ان لا اله الا الله الرحيم المحمود